പശ്ചിമേഷ്യയെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തിക്കൊണ്ട് മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ഒരു മഹായുദ്ധത്തിന്റെ കനലുകൾ ആളിക്കത്തുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ 9ാം ദിവസം പിന്നിടുമ്പോൾ മേഖല ഇതുവരെ കാണാത്ത തരത്തിലുള്ള കടുത്ത വ്യോമാക്രമണങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും പരസ്പരം മിസൈലുകൾ, അത്യാധുനിക ഡ്രോണുകളും വർഷിച്ചുകൊണ്ട് നടത്തുന്ന ഈ പോരാട്ടം പശ്ചിമേഷ്യയിലെ സുരക്ഷാ സമവാക്യങ്ങളെ പൂർണ്ണമായും അട്ടിമറിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമാധാനാഹ്വാനങ്ങളെ അപ്രസക്തമാക്കിക്കൊണ്ട് യുദ്ധം അതിന്റെ ഏറ്റവും തീവ്രമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വാഷിംഗ്ടണിന്റെ ഭാഗത്തു നിന്നും അതീവ മാരകമായ ആക്രമണങ്ങളാണ് കഴിഞ്ഞ 9 രാത്രികളായി ഇറാന് നേരെ ഉണ്ടാകുന്നത്. ഇറാന്റെ സാമ്പത്തിക സൈനിക അടിത്തറ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങളെയാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. രാജ്യത്തെ പ്രധാന പാലങ്ങൾ, വലിയ തുറമുഖങ്ങൾ, കമ്മ്യൂണിക്കേഷൻ ടവറുകൾ, മറ്റ് സൈനിക ഇൻസ്റ്റലേഷനുകൾ എന്നിവയ്ക്ക് നേരെ അമേരിക്ക ശക്തമായ ബോംബാക്രമണം തുടരുകയാണ്. ഇറാന്റെ വിതരണ ശൃംഖലയെ പാടെ തളർത്തുക എന്ന തന്ത്രമാണ് പെന്റഗൺ ഇവിടെ പ്രയോഗിക്കുന്നത്. എന്നാൽ അമേരിക്കൻ അധിനിവേശത്തിന് മുന്നിൽ ഒട്ടും പതറാതെ കടുത്ത പ്രത്യാക്രമണമാണ് ടെഹ്റാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ മണ്ണിലേക്ക് നേരിട്ട് ആക്രമണം നടത്താൻ കഴിയില്ലെങ്കിലും മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യങ്ങളിൽ വിന്യസിച്ചിരിക്കുന്ന US സൈനിക താവളങ്ങളെ ഇറാൻ തങ്ങളുടെ മിസൈലുകൾക്ക് ഇരയാക്കുകയാണ്. ഇറാന്റെ പക്കലുള്ള അത്യാധുനിക ഗൈഡഡ് മിസൈലുകളും സാച്ചുറേഷൻ ഡ്രോണുകളും അമേരിക്കൻ താവളങ്ങളുടെ പ്രതിരോധ കവചങ്ങൾ ഭേദിച്ച് പതിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിൽ കണ്ടത്. ഇത് അമേരിക്കയെ കടുത്ത പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ അനുവദിച്ചിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളാണ് ഈ വൻ ശക്തികളുടെ പോരാട്ടത്തിൽ ഇപ്പോൾ വലിയ വില നൽകേണ്ടി വരുന്നത്. ജോർദാൻ, കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്ന US സൈനിക ക്യാമ്പുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ മിസൈൽ വർഷം ഈ രാജ്യങ്ങളുടെ പൊതു അടിസ്ഥാന സൗകര്യങ്ങൾക്കും വലിയ നാശനഷ്ടം വരുത്തിവെച്ചിട്ടുണ്ട്. തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പലതും പരാജയപ്പെടുന്നതായും തന്ത്രപ്രധാന മേഖലകൾക്ക് തകരാർ സംഭവിച്ചതായും ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. ഇറാന്റെ ആയുധശേഷി തങ്ങൾ വിചാരിച്ചതിലും എത്രയോ മുകളിലാണെന്ന തിരിച്ചറിവ് ജോർദാനെയും കുവൈറ്റിനെയും പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കുന്നുണ്ട്. അമേരിക്കൻ സാന്നിധ്യം തങ്ങളുടെ രാജ്യത്തെ ഒരു യുദ്ധകളമാക്കി മാറ്റുമോ എന്ന ഭീതി ഇവിടുത്തെ ജനങ്ങൾക്കിടയിലും ശക്തമാണ്. ഇത് മേഖലയിലെ പരമ്പരാഗത നയതന്ത്ര സഖ്യങ്ങളിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തിയേക്കാം. ഈ കടുത്ത സാഹചര്യങ്ങൾക്കിടയിലാണ് അമേരിക്കയിൽ നിന്നും കൂടുതൽ കർശനമായ യുദ്ധ പ്രഖ്യാപനങ്ങൾ പുറത്തു വരുന്നത്. ഡൊണാൾഡ് ട്രംപ് ഇറാന് നേരെ കടുത്ത മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാന്റെ പ്രധാന പവർ സ്റ്റേഷനുകളും വലിയ പാലങ്ങളും പൂർണ്ണമായും ബോംബെറിഞ്ഞ് തകർക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഇറാന്റെ ഊർജ്ജ മേഖലയെയും ആഭ്യന്തര ഗതാഗത സംവിധാനങ്ങളെയും നിശ്ചലമാക്കിക്കൊണ്ട് അവരെ പൂർണ്ണമായും കീഴടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വാഷിംഗ്ടൺ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത്. ഹോർമുസിന് മേലുള്ള ഇറാന്റെ ശക്തമായ നിയന്ത്രണം അയവുവരുത്തുക എന്നതാണ് അമേരിക്കയുടെ ഈ കടുത്ത നീക്കങ്ങൾക്ക് പിന്നിലെ പ്രധാന ലക്ഷ്യം. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ എണ്ണക്കടത്ത് പാതകളിൽ ഒന്നാണിത്. ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ആഗോളതലത്തിൽ വിപണനം ചെയ്യപ്പെടുന്ന മൊത്തം എണ്ണയുടെ 1/5 കടന്നു പോയിരുന്നത് ഈ ഇടുങ്ങിയ കടലിടുക്കിലൂടെയായിരുന്നു. ഹോർമുസ് തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിക്കൊണ്ട് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ ബന്ദിയാക്കാൻ ഇറാന് സാധിക്കുമെന്ന ഭയം അമേരിക്കയ്ക്കുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടത് ഇതിനകം തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരാനും വിതരണ ശൃംഖലകൾ തകരാനും ഇത് കാരണമായി. എണ്ണ ഇറക്കുമതിയെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന വികസ്വര രാജ്യങ്ങളെയാണ് ഈ സാഹചര്യം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. ഒരു മഹായുദ്ധം തുടർന്നാൽ ലോകം കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്നുണ്ട്. 9 രാത്രികൾ തുടർച്ചയായി നീണ്ടുനിന്ന ഈ യുദ്ധം ഇരുപക്ഷത്തിന്റെയും സൈനിക ശേഷിയെ കടുത്ത പരീക്ഷണങ്ങൾക്കാണ് വിധേയമാക്കുന്നത്. കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളാണ് ഓരോ ദിവസവും ഇരു രാജ്യങ്ങളും ഉപയോഗിക്കുന്നത്. അമേരിക്കയുടെ അത്യാധുനിക റഡാറുകളെ വെട്ടിച്ച ഇറാന്റെ ഡ്രോണുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതും ഇറാന്റെ തന്ത്രപ്രധാന മേഖലകളെ അമേരിക്ക തകർക്കുന്നതും യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ ഒരു വലിയ പ്രദർശന വേദിയായി മിഡിൽ ഈസ്റ്റ് മാറിയിരിക്കുകയാണ്. വാഷിംഗ്ടണും പെന്റഗണും തങ്ങളുടെ സൈനികർക്ക് സംഭവിച്ച നാശനഷ്ടങ്ങൾ പൂർണ്ണമായും പുറത്തുവിടാൻ തയ്യാറാകാത്തത് ആഭ്യന്തരമായി വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഗൾഫിലെ താവളങ്ങൾക്ക് സംഭവിച്ച തകർച്ച മറച്ചുവെക്കുന്നത് സൈന്യത്തിന്റെ ആത്മവിശ്വാസം ചോർന്നു പോകാതിരിക്കാനാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ട്രംപിന്റെ കടുത്ത നിലപാടുകളിൽ വരും ദിവസങ്ങളിൽ യുദ്ധം കൂടുതൽ വന്യമായ തലത്തിലേക്ക് എത്തിക്കുമെന്ന സൂചനയാണ് നൽകുന്നത്. ഒരു നയതന്ത്ര ചർച്ചകൾക്കും ഇരുപക്ഷവും ഇപ്പോൾ തയ്യാറല്ല. ഇറാന്റെ ഭാഗത്തു നിന്നും തങ്ങളുടെ പ്രധാന ഊർജ്ജ കേന്ദ്രങ്ങൾ സംരക്ഷിക്കുന്നതിനായി കടുത്ത പ്രതിരോധ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. അമേരിക്കൻ ആക്രമണങ്ങളെ ചെറുക്കാൻ റഷ്യ, ചൈന തുടങ്ങിയ വൻ ശക്തികളുടെ പരോക്ഷമായ പിന്തുണ ഇറാന് ലഭിക്കുന്നുണ്ടെന്ന ആരോപണം പാശ്ചാത്യ രാജ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്.
ആഗോളതലത്തിൽ അമേരിക്കയുടെ ഏകധ്രുവ മേധാവിത്വത്തെ വെല്ലുവിളിക്കാനുള്ള ഒരു സുവർണ അവസരമായാണ് ഇറാന്റെ സഖ്യശക്തികൾ ഈ സംഘർഷത്തെ വീക്ഷിക്കുന്നത്. തുടർച്ചയായ ബോംബാക്രമണങ്ങൾ പശ്ചിമേഷ്യയിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം നരകതുല്യമാക്കി മാറ്റിയിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ മുഴങ്ങുന്ന സൈറൻ ശബ്ദങ്ങളും സ്ഫോടനങ്ങളും ജനങ്ങളെ കടുത്ത ഭീതിയിലാഴ്ത്തുന്നു. പല നഗരങ്ങളിലും വൈദ്യുതി, കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർന്നു. യുദ്ധം ഇനിയും നീണ്ടുപോയാൽ മേഖലയിൽ നിന്ന് വലിയൊരു അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകുമെന്നും അത് താങ്ങാൻ അയൽ രാജ്യങ്ങൾക്ക് കഴിയില്ലെന്നും ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകുന്നു. ഇറാന്റെ തന്ത്രം വളരെ വ്യക്തമാണ്. തങ്ങളുടെ മണ്ണിൽ അമേരിക്ക നടത്തുന്ന ഓരോ പ്രഹരത്തിനും തുല്യമായ രീതിയിൽ ഗൾഫിലെ US താവളങ്ങളെ തകർക്കുക, അമേരിക്കയെ സാമ്പത്തികമായും സൈനികമായും ക്ഷീണിപ്പിക്കുക വഴി അവരെ മേഖലയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുമെന്നാണ് ടെഹ്റാൻ കരുതുന്നത്. എന്നാൽ ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടം കൂടുതൽ അക്രമോത്സുകമായ നിലപാടുകളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ 9 ദിവസത്തെ പോരാട്ടം മിഡിൽ ഈസ്റ്റിന്റെ ഭൂപടത്തെയും നയതന്ത്ര ബന്ധങ്ങളെയും എന്നേക്കുമായി മാറ്റിയെഴുതാൻ പോകുന്നതാണ്. വർഷങ്ങളായി നിലനിന്നിരുന്ന താൽക്കാലിക സമാധാനം പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു. അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയൊരു ചേരിതിരിവിനാണ് ഈ യുദ്ധം കാരണമായിരിക്കുന്നത്. ഒരു വശത്ത് അമേരിക്കയും അവരുടെ പാശ്ചാത്യ സഖ്യകക്ഷികളും നിലയുറപ്പിക്കുമ്പോൾ, മറുവശത്ത് ഇറാനും അവരുടെ പ്രാദേശിക പ്രതിരോധ സഖ്യങ്ങളും ശക്തമായി അണിനിരക്കുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ 9ാം രാത്രിയിലെ പോരാട്ടം ഒരു വലിയ ആഗോള ദുരന്തത്തിന്റെ തുടക്കമാണോ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിനായും പ്രാദേശിക ആധിപത്യത്തിനായും ഇരു രാജ്യങ്ങളും നടത്തുന്ന ഈ മത്സരം ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. വരും മണിക്കൂറുകളിൽ ട്രംപ് പ്രഖ്യാപിച്ചതുപോലെയുള്ള കടുത്ത വ്യോമാക്രമണങ്ങൾ ഉണ്ടായാൽ അത് പശ്ചിമേഷ്യയെ തിരിച്ചുവരവില്ലാത്ത വണ്ണം ഒരു മഹാസ്ഫോടനത്തിലേക്ക് നയിക്കുമെന്ന ഉറപ്പാണ്.